ഹായ് ഫ്രണ്ട്സ്, അഭിരാമി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ചെറിയ ഗപ്പീസൊക്കെ വളർത്തുന്ന ഒരു വീടുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിനടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മീനുകളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇവർ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് സാധനം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മീൻ വാങ്ങിക്കാൻ വരുമ്പോൾ വിളിച്ചിട്ട് വരുമോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. എൻ്റെ പേര് സുഭാഷ്. ഞങ്ങൾ അലങ്കാര മത്സ്യ കൃഷിയാണ് ഞങ്ങളെ ഫാമിൻ്റെ പേര് കളേഴ്സൊക്കെ ഫാം എന്നാണ്. മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഗപ്പീസ് ഐറ്റംസാണ്. ഇത് ഞാനും രണ്ട് അനിയന്മാരുണ്ട് എനിക്ക്, അവരാണ് അവിടെ ഇത് ചെയ്യുന്നത്. കടലുണ്ടിയിൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിനടുത്ത് മിനി സ്റ്റേഡിയം. ഇവിടെ മെയിനായിട്ടുള്ളത് ഗപ്പീസ് ആണല്ലേ? ഗപ്പി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഹൈബ്രിഡ് വലിയ ഐറ്റംസ് ഒന്നുമല്ല. ഇവിടെ സാധാരണക്കാരായ ആൾക്കാർക്ക് മാർക്കറ്റിൽ പോകുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതും ഇമ്പോർട്ടഡ് ഐറ്റംസിൽ സാധാ ഐറ്റംസ് തന്നെയാണ് വരുന്നത്. അത് നേരിട്ട് ഞങ്ങൾ എടുക്കുന്നതാണ് വലിയ ഫാമിൽ എടുത്തിട്ട് ഇവിടുന്ന് റെഡി ആയിരിക്കണം സാധനം. ഇവിടുന്ന് റെഡി ആയിരിക്കുന്നത്. പിന്നെ അത് നല്ല ലൈഫുള്ള സാധനങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് ചത്തു പോകുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അവർക്ക് ഒറിജിനൽ ബ്രീഡായിട്ട് തന്നെ കിട്ടും. ഈ കാണുന്ന മീൻ ഏതാണ്? അത് ഫുൾ റെഡ്. അത് ഒറിജിനൽ ബ്രീഡാണ്. അതിപ്പം അത് ബ്രീഡായ കുട്ടികളുണ്ടായാലും അത് ഫുൾ റെഡായിട്ട് തന്നെ ഫുള്ള് വരും. അത് റെഡായി ഇല്ല, ഇത് സാധാ ഫുൾ റെഡാണ്. അതിന് 250 രൂപയാണ് ജോഡി. ഈ മീനോ? അത് ഡ്രാഗൺ ബിഗ് ഇയർ. അത് അതിൻ്റെ ചിറക് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ചിറക് ലേശം വലുപ്പുണ്ടാവും. ശരിക്കും നമ്മുടെ ഡ്രാഗൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ്. അതും നമ്മുടെ കയ്യിലൊക്കെ ഒറിജിനൽ വെറൈറ്റികളാണ്. ഒറിജിനൽ ബ്രീഡായിരിക്കും. അതിന് 120 രൂപ. അടുത്ത ഈ കാണുന്ന മീനോ? അത് യെല്ലോ ഗപ്പി. ഈ യെല്ലോയുടെ പല വെറൈറ്റികളിൽ ഒരു വെറൈറ്റിയാണ്. അത് 100 രൂപയാണ് അതിൻ്റെ വില. 100 രൂപ. അത് മെറ്റൽ ബ്ലാക്ക്. ഇത് ഒറിജിനൽ ബ്രീഡാണ്. തായ്ലൻഡ് നിന്ന് വന്ന സാധനം ഞങ്ങൾ അവരുടെ അടുത്ത് നേരിട്ട് എടുത്താണ്. അതിന് 200 രൂപ വരുന്നുണ്ട് ജോഡിക്കില്ല. അത് ഇലക്ട്രിക് ബ്ലൂ. അത് ലേശം കോസ്റ്റ്ലിയാണ്. അത് മീൻ, അതായത് മെയിൽ ബ്രീഡ് നിൽക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സ്റ്റൈലുള്ളത്. അതായത് വാല് ശരിക്കും ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. ബൾബിൻ്റെ ഒക്കെ മോഡൽ. ഈ പ്ലാറ്റിനം വൈറ്റ് ഇത് അടുത്തല്ലേ? പ്ലാറ്റിനം വൈറ്റ്. അത് സാധാരണ നമ്മുടെ ഗപ്പിയിൽ വരുന്ന വൈറ്റിൽ വരുന്ന സാധനം പ്ലാറ്റിനം വൈറ്റ്. അത് 100 രൂപ വരെ വില. പിന്നെ മോസ്കോ ബ്ലൂ. അത് എല്ലായിടത്തും ഉണ്ട്. അതിന് സാധാരണ നല്ല അത് നല്ല പെട്ടെന്ന് പരിക്കൊന്നും പറ്റാത്ത, അധികം ഏതൊരു കുട്ടിക്ക് പെട്ടെന്ന് വളർത്താൻ പറ്റും. പരിക്കുകളൊന്നും വല്ലാത്ത തുടക്കക്കാർക്ക് പറ്റിയ സാധനം. അതിന് 100 രൂപയാണ് വില. 100 രൂപ വില ജോഡിക്ക്. ടാക്സിഡ വൈറ്റ്. അത് വാലും ചിറകും അതിൻ്റെ മുകളിലെ ഇതും നല്ല വൈറ്റായിട്ട് വരും. അതിന് 60 രൂപ വില. പിന്നെ ടാക്സിഡ കോഴി. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് ഒരു 300 രൂപ റേഞ്ച് വരും. അത് അതിൻ്റെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ചുണ്ട് തലഭാഗം ചുവപ്പ് വരും. അതേമാതിരി വാലും. ബ്ലൂ ഈഗിളിന് അത് കറക്റ്റായിട്ട് അതിൻ്റെ വാലുമലാണ് അതിൻ്റെ പ്രത്യേകത. നല്ല വീതിയുള്ള വാല് വരും. അതിന് നല്ല കളറുണ്ടായിരിക്കും. ആൽബിനോ വൈറ്റ്. അതിന് ഏകദേശം 200 രൂപ വരുന്നുണ്ട്. അതിൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചുവപ്പ് കളർ, അതുകൊണ്ടാണ് അതിന് ലേശം വില വരുന്നത്. പിന്നെ അടുത്ത് ഹാഫ് റെഡ്. ഈ ഹാഫ് റെഡിന് ജർമ്മൻ റെഡ് എന്ന് പറയുന്നത്. അതും സാധാരണ പെട്ടെന്ന് അത് നല്ല ബ്രീഡാവുന്ന ടൈപ്പ് സാധനം. കുട്ടികൾക്ക് പറ്റിയ സാധനമല്ലേ?
എത്ര 40 രൂപ വരുന്നത്? 40 രൂപ. അടുത്തിൽ പ്ലാറ്റിനം റെഡ്, അത് കുഴപ്പമില്ലാത്തൊരു ബ്രീഡാണ്. അത്യാവശ്യം നല്ല കുട്ടികളെ കിട്ടുന്നത് ബ്രീഡായാലും. അടുത്ത് ബ്ലൂ ഗ്രാസ്, അത് സാധാ ഒരു വെറൈറ്റിയാണ്. അത് നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെച്ച് വാൽമിൽ ശരിക്കൊരു ലൈൻ, ബ്ലൂ ലൈൻ പോകുന്നത് മാത്രം കാണാം. പിന്നെ സാധാ വരുന്നത് 7 കളർ, അതൊക്കെ ലാസ്റ്റിലേക്ക് വരുന്നൊരു ഇതാണ്. കുറേ കാലം വന്നിട്ട് ഈ പുതുതായിട്ട് ഇതിലേക്ക് കടന്നു വരുന്ന സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മെയിനായിട്ട് പറയാനുള്ളത്, വലിയ വലിയ ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. ചെറിയ ഐറ്റംസ് വാങ്ങി എല്ലാം പഠിച്ചതിന് ശേഷം ചെയ്താൽ മതി. പിന്നെ എന്നാൽ അതിൻ്റെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. അത് മീനുകൾ വലിയതായിട്ട് ബാധിക്കും. പിന്നെ മീനിന് എപ്പോഴും അധികം ഫുഡ് കൊടുക്കരുത്. പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫുഡ് വളർത്താന്നുള്ളതാകരുത്. കറക്റ്റ് ടൈമിങ്ങിന് ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന തന്നെ ഒരു ടൈമിങ്ങിന് ഭക്ഷണം കൊടുക്കുക. പിന്നെ അങ്ങനെയൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മീനുകൾ പെട്ടെന്ന് വളരുകയും ചെയ്യും, കളറുണ്ടാവും, പെട്ടെന്ന് ബ്രീഡാവുകയും ചെയ്യും. പിന്നെ ഇത് വെയിൽ പ്രശ്നമാണ്. വെയിലത്ത് വെക്കണോണ്ട് നമ്മളെ മാതിരി തന്നെ ഏത് ജീവിക്കും അധിക വെയിലും തണുപ്പും പ്രശ്നങ്ങളാണ്. നിങ്ങളിവിടെ മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡുകളൊന്ന് എന്തൊക്കെയാണ്? ഫുഡുകൾ ലൈഫ് ഫുഡുകൾ മൊയിന കൊടുക്കുന്നുണ്ട്, പിന്നെ മൈക്രോവേവ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ടൈഗർ ഫുഡ് ഐറ്റംസ്, ചെറിയ ഗപ്പീസ് ഐറ്റംസ്, ഫുഡുകളിൽ നല്ല ഐറ്റംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.